പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ തീവ്രവാദി, ഭീകരവാദി. ആ മരണപ്പെട്ടു പോയ വേദനയിലിരിക്കുന്ന ആ കുട്ടി, അച്ഛൻ മരണപ്പെട്ടു പോയ പെൺകുട്ടിയാ പറയണേ, എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. എവിടെ പോയപ്പോ? കാശ്മീരിൽ പോയപ്പോ 2 മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് കിട്ടി. പള്ളിയുടെ മിനാരത്തിലാ വിളിച്ചു പറയണേ, ദുരന്തം ഉണ്ടായി, അപകടം ഉണ്ടായി എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് സ്വന്തം ജീവിതം പോലും പരിഗണിക്കാതെ അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഷഹീദായ ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കേണ്ട കാര്യം, തീവ്രവാദിക്ക് മതമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓനെന്തു മതോടോ, ഓനെന്ത് മതം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാചകത്തിന്റെ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ ഇവനൊക്കെ ഈ പണിക്കിറങ്ങോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും തീവ്രവാദിക്ക് മതമില്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ അനുകൂലിക്കുവാനോ അവരെ സപ്പോർട്ട് ചെയ്യുവാനോ അവരുമായിട്ടൊരു ബന്ധവും പാടില്ല. അള്ളാഹു നമ്മുടെ യുവതലമുറയെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവനെ, നിന്നെ കാണാൻ ജനങ്ങൾ കടന്നു വരണം, നിന്നോട് സംസാരിക്കാൻ കടന്നു വരണം, നീയുമായിട്ട് സഹകരിക്കാൻ, നീയുമായിട്ട് യാത്ര ചെയ്യാൻ. പടച്ചവനെ, മുസ്ലിമിനെ കാണുമ്പോൾ ജനങ്ങൾ നിന്നിലേക്ക് കടന്നു വരണം. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവ ഗുണമതാ. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവ ഗുണമതാ. പടച്ചവനെ, മടുപ്പ് തോന്നുന്നില്ല. ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടിട്ട് വേണം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ. പടച്ചവനെ, അങ്ങനെയാണ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പടച്ചവനെ, യമൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് സുമാമ. യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് സുമാമ. ആ സുമാമയ്ക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത വെറുപ്പാണ്. ഒരുപാട് പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ നോക്കിയവനാണ്. പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി പരിശ്രമിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നബിതങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമ എന്ന് പറയുന്നവനുണ്ടല്ലോ, പടച്ചവനെ, ഒരുപാട് സ്വഹാബത്തിനെ എവിടെ നിന്ന് വധിക്കുകയാ. അവൻ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞടോ. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കിട്ടിയാലും കൊന്നുകളയണേ സഹാബാ. പടച്ചവനെ, എത്രത്തോളം അവൻ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, സഹാബത്തിനോട് പറഞ്ഞു, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു ദിവസം രാത്രിയിൽ നോക്കുമ്പോ, സഹാബത്ത് നോക്കുമ്പോ, മദീനയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്. അസമയത്ത് മദീനയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്. സഹാബത്തിന് സംശയം തോന്നി. ആ മനുഷ്യനെ പിടിച്ചിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ പടച്ചവനെ, അവർക്കൊരു സംശയം തോന്നുകയാണ്. തൃപ്തിപ്പെടുത്തുന്ന മറുപടിയല്ല പറയുന്നത്. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? സ്വഹാബത്തിന് സംശയം വന്നപ്പോ, ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണോ, ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ അറിയില്ലല്ലോ. അതുകൊണ്ട് വന്ന് നബിതങ്ങൾ വന്നിട്ട് തീരുമാനിക്കട്ടെ. കൊണ്ടുവന്ന മസ്ജിദുൻ നബവിയിൽ കെട്ടിയിടുകയാ. അവനെ കൊണ്ടുവന്ന് മസ്ജിദുൻ നബവിയിൽ കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സുബഹി നമസ്കാരത്തിന് കടന്നു വന്നു. നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ അതോ ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയില്ല നബിയേ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പടച്ചവനെ, അതാ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെല്ലുകയാ. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന
കെട്ടിയിരിക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെല്ലുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, ഈ തൂണിൽ കെട്ടിയിരിക്കുന്നത് ആരാണെന്നറിയുമോ? സ്വഹാബാ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ, നിബിതങ്ങളെ കൊല്ലാൻ പരിശ്രമിച്ച ആ സുമാമയാണ് പള്ളികിടകത്തിങ്ങനെ തൂണിൽ കെട്ടിയിരിക്കുന്നത്. പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നൽകുകയാണ്. ഓരോരുത്തരും പടച്ചവനെ ചിന്തിക്കുകയാണ്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് തയ്യാറായി നൽകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഒരാൾ പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല സഹാബാ. നിബിതങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരാൾ പോലും സുമാമയെ തൊടാൻ പാടില്ല. സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം, നിങ്ങൾ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. ഒരുപാട് പേരെ കൊന്ന ഒരു ശത്രുവിനെ നബിതങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊല്ലാൻ പറയുമെന്ന് കരുതിയിട്ട് കാത്തിരുന്നവരോട് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, തൊടല്ലേ സ്വഹാബാ, തൊട്ടുപോകല്ലേ സ്വഹാബാ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ പാല് കൊണ്ടുവന്ന് സുമാമയ്ക്ക് കൊടുക്കണേ, ഒരു പ്രയാസവും വരുത്താൻ പാടില്ല. ഇതാണടോ നബിതങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞടോ. സ്വഹാബത്തിന് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, സ്വഹാബത്തിന് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞതാണല്ലോ. ഒരാൾ പോലും പടച്ചവനെ സുമാമയ്ക്കൊരു പ്രയാസം വരുത്തിയില്ല. നബിതങ്ങൾ അവിടെ ഇത് പറഞ്ഞതല്ലാതെ ഒന്നും സംസാരിച്ചില്ല. അതാ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞു, ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുന്നു, സുമാമാ, മാദാ ഇൻദക യാ സുമാമാ. നിബിതങ്ങളെ കൊല്ലാമെന്ന, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നു കളഞ്ഞ ആ ശത്രുവിനോട് നിബിതങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമാ, സുഖമാണോ സുമാമാ, സുഖമാണോ സുമാമാ. സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? ഇന്ദിയാ മുഹമ്മദ് ഖൈർ, മുഹമ്മദേ എനിക്ക് സുഖമാ. എന്നിട്ട് സുമാമ പറയുകയാണ്, ഒന്നുകിൽ നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, മുഹമ്മദേ എന്നെ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ മുഹമ്മദ്. പക്ഷേ എന്നെ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ സമ്പത്ത് തരാ മുഹമ്മദ്. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. നിബിതങ്ങൾ മിണ്ടാതെ പോയടോ. രണ്ടാമത്തെ ദിവസമായി നിബിതങ്ങൾ രണ്ടാമതും വന്ന് ചോദിച്ചു, മാതാ ഇൻദക യാ സുമാമാ, സുഖമാണോ സുമാമാ. ഒന്നാമത്തെ ദിവസം പറഞ്ഞ മറുപടിയാണ് രണ്ടാമത്തെ ദിവസവും സുമാമ എവിടെന്ന് പറയുന്നത്. നിബിതങ്ങൾ മിണ്ടാതെ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് കടന്നു വന്നു. സുമാമയോട് ചോദിച്ചു, സുമാമാ സുഖമാണോ സുമാമാ. അപ്പോഴും സുമാമയുടെ മറുപടി അത് തന്നെയാണ്, പടച്ചവനെ മുഹമ്മദേ എനിക്ക് സുഖമാണ്, എന്നെ കൊല്ലണമെങ്കിലും നിനക്ക് കൊല്ലാം, അല്ലെങ്കിൽ എന്നെ നീ വെറുതെ വിട്ടാൽ നീ ചോദിക്കുന്നത് മുഴുവനും തരാമെന്ന് സുമാമ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ 3 ദിവസം അവിടെ നിന്ന് പൂർത്തിയായപ്പോ
3 ദിവസം അവിടുന്ന് പൂർത്തിയായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു സുമാമയെ അഴിച്ചുവിടാൻ. സുമാമയെ അഴിച്ചുവിട് സഹാബ, ഒരാൾ പോലും തൊട്ടുപോകരുത്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ കുറച്ചങ്ങ് മുന്നോട്ട് സഞ്ചരിച്ചു. സുമാമ തന്റെ വാഹനം കെട്ടിയിടുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അവിടുന്ന് കൈകാലുകൾ കഴുകിയിട്ടു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സുമാമ കടന്നു വരികയാണ്. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ സുമാമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമാവുകയാ. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമാവുകയാ. എന്നിട്ട് സുമാമയുടെ മറുപടി എന്തെന്നറിയുവോ? ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. നബി തങ്ങളോട് പറയുകയാണ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ മുഖമാണ്. എന്നാ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാണ് നബിയേ. എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരു അനുസരണയാ നബിയേ, എന്തൊരു പെരുമാറ്റമാണ് നബിയേ. ഈ മുസ്ലിമീങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോ, ആ സ്വഹാബത്തിന്റെ സ്വഭാവം കണ്ടപ്പോ, ആ സ്വഹാബത്തിന്റെ ഒത്തൊരുമ കണ്ടപ്പോ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം 3 ദിവസം അവിടെ നിന്ന് കണ്ടപ്പോ നബി തങ്ങളെ കൊല്ലാമെന്ന സുമാമ മുസ്ലിമായടോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മുസ്ലിം എന്ന് പറഞ്ഞാലതാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാലതാണ്. അതുകൊണ്ടാണ് പടച്ചവനെ കാശ്മീരിൽ വെടിവെപ്പ് നടന്നല്ലോ, 10-27 പേരെ കൊന്നുകളഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സോഷ്യൽ മീഡിയയുടെ പല വാർത്തകളും പരക്കുമ്പോ പടച്ചവനെ കേരളത്തിൽ നിന്ന് പോയ ഒരു മനുഷ്യന് മരണപ്പെട്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് പറയുകയാണ്, എനിക്ക് അവിടെ ചെന്നപ്പോ 2 കൂടപ്പറപ്പുകളെയാണ് കിട്ടിയത്. പടച്ചവനെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഈ വെടിവെപ്പിനെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഒരു മുസ്ലിമായ സഹോദരനാണ് സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചിട്ട് പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അവന്റെ ജീവിതം ഈ പറഞ്ഞതാരും മുസ്ലിമീങ്ങളായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്. നമ്മുടെ ജീവിതം കണ്ടാണ് മറ്റുള്ളവര് പഠിക്കേണ്ടത്. അങ്ങനെ വേണം അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദീനില്ലാതെ പോകുന്നതിനെ വല്ലാതെ ഭയക്കണ്, ദീനില്ലാതെ പോകുന്നതിനെ വല്ലാതെ ഭയക്കണ്. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ നീ ഞങ്ങളെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. പടച്ചവനേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈമാനുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാന്, അതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. الصدقة رد البلاء